ഫ്രറ്റേണിറ്റി സംസ്ഥാന പ്രസിഡന്റ് നയീം ഗഫൂർ നയിക്കുന്ന സമരജാഥയ്ക്ക് പാലക്കാട്ട് സ്വീകരണം നൽകി. സ്വാതന്ത്ര്യം ലഭിച്ച് 75 വർഷം പിന്നിടുമ്പോഴും രാജ്യത്ത് ജാതീയ വംശീയ അധിക്ഷേപങ്ങൾ നിലനിൽക്കുന്നത് ആശങ്കാജനകമാണെന്ന് സ്വീകരണയോഗം ഉദ്ഘാടനം ചെയ്ത് വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് നാസർ പറഞ്ഞു. ഒട്ടിച്ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കുവാനും ആ ഒരു ആശയമാണ് നമ്മൾ ഇന്ത്യ എന്ന് വിളിക്കുന്നത്. അല്ലാതെ ഒരു ഭൂമിശാസ്ത്രപരമായ ഒരു ഘടനയല്ല നമ്മൾ ഇന്ത്യ എന്ന് വിളിക്കാറ്. അങ്ങനെ ഒരു ആശയം നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഭരണഘടനയാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഭരണഘടനാ ശില്പികൾ ഉണ്ടാക്കിയെടുത്തത്. പക്ഷെ വർഷം 75 കഴിഞ്ഞിട്ടും ഇന്നും നമ്മുടെ നാടുകളിൽ, നമ്മുടെ ഗ്രാമങ്ങളിൽ, നമ്മുടെ വളരെ ഉൾപ്രദേശങ്ങളിൽ പോലും ജാതി എന്ന് പറയുന്ന ഒരിക്കലും ഇന്ത്യയിലെ ഒരു ജനാധിപത്യ വിശ്വാസിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത, മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയാത്ത ആ ഒരു ജാതി വ്യവസ്ഥ ഇന്നും നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യ ഭരിച്ച ഭരണാധികാരികളും ഇന്ത്യ രാജ്യത്ത് നവോത്ഥാനത്തിന് വേണ്ടിയൊക്കെ പോരാട്ടം നടത്തിയ സമര പോരാളികളുമൊക്കെ എവിടെ എത്തി നിൽക്കുന്നുവെന്ന് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. രോഹിത് വെർമൂലയുടെ ആത്മഹത്യയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ ക്യാമ്പസുകളിലെ ജാതീയ വംശീയ അധിക്ഷേപങ്ങളുടെ ഭീകരത പുറത്തറിഞ്ഞതെന്നും നാസർ പറഞ്ഞു. ക്യാമ്പസുകളിലെ ജാതീയ വംശീയ വിവേചനങ്ങൾ അവസാനിപ്പിക്കുക, കേരളത്തിൽ രോഹിത് ആക്ട് നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച ഉത്തരേന്ത്യയിൽ മാത്രമല്ല നവോത്ഥാനത്തിന് പേരുകേട്ട കേരളത്തിലെ ക്യാമ്പസുകളിലും ജാതീയ വംശീയ രാഷ്ട്രീയ അധിക്ഷേപങ്ങൾ തുടരുകയാണ്. കേരളത്തിലെ അധിക്ഷേപങ്ങളുടെയും അവഹേളനത്തിന്റെയും ഇരകളാണ് വയനാട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥും അഞ്ചരക്കണ്ടി കോളേജിലെ രോഹിത്തും. അധ്യാപകർ പോലും ജാതിവരികൾക്ക് കൂട്ടുനിൽക്കുന്നുവെന്നത് ലജ്ജാകരമാണ്. ഇതിനിടയാക്കുന്നത് ഭരണകൂട ഭീകരതയാണ്. ക്യാമ്പസുകളിൽ ജാതിവംശീയ വരികൾക്ക് നിരോധനം ഏർപ്പെടുത്തണം. എല്ലാവർക്കും പഠിക്കാനും പോരാടാനുമുള്ള അവസരമുണ്ടാവണമെന്നും നാസർ പറഞ്ഞു. ഫ്രറ്റേണിറ്റി ജില്ലാ പ്രസിഡന്റ് സമദ് പുതുപ്പള്ളിത്തെരുവ് അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ നയീം ഗഫൂർ, വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് സുലൈമാൻ, ആൾക്കൂട്ട കൊലപാതകത്തിന്റെ ഇരയായ മധുവിന്റെ അമ്മ മല്ലിക, ദളിത് ആക്ടിവിസ്റ്റുമാരായ മായാണ്ടി, കാർത്തികേയൻ മംഗലം, അജിത് കൊല്ലങ്കോട്, ഫ്രറ്റേണിറ്റി ഭാരവാഹി റസീന എന്നിവർ സംസാരിച്ചു. അഞ്ചുവിളക്ക് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് ശേഷം സ്റ്റേഡിയം സ്റ്റാൻഡ് പരിസരത്തായിരുന്നു സ്വീകരണയോഗം സംഘടിപ്പിച്ചത്. UTV ന്യൂസ്, പാലക്കാട്.